ആ തലവരയിലെ സോങ്സ് എഴുതുമ്പോൾ ഏത് ടൈമിലിരുന്ന് എഴുതിയതാണ്, അല്ലെങ്കിൽ എന്തൊരു ഇമോഷൻ ആയിരുന്നു അതിലാ? മറ്റേ ഇലകൊഴിയെ, അത് ഭയങ്കര ഒരു സാഡ് മൂഡ് തരുന്ന പാട്ടാണ്. അപ്പൊ മുത്ത് എന്തെങ്കിലും സാഡ് മൂഡിൽ ഇരിക്കുമ്പോൾ എഴുതിയ പാട്ടാണോ അല്ല. അത്? ഇപ്പൊ ഓരോ അതിന്റെ പിന്നിൽ എന്തെങ്കിലും സ്റ്റോറി ഉണ്ടോ? ഉണ്ട്. അത് ആ സ്റ്റോറി അല്ല, ഒരു സിനിമ അല്ലെങ്കിൽ ഒരു ഇൻഡിപെൻഡൻറ്റ് സോങ് എന്തോ ആവട്ടെ, നമുക്ക് അതിന് തരുമ്പോൾ അവരുടെ അടുത്തൊരു തീമുണ്ടാകും. അപ്പം ആ തീമിലെ ക്യാരക്ടേഴ്സ് എന്താണ്, അവർക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കി നമ്മൾ അവരായി മാറിയിട്ടായിരിക്കും എഴുതുന്നത്. അപ്പോൾ പിന്നെ അവരുടെ ഫീലിങ്സ് ആയിരിക്കും ഇതിൻ്റെ അകത്തുണ്ടാവും. അങ്ങനെ എഴുതിയതാണ് ഇലകൊഴി. അങ്ങനെ എഴുതുന്നത് തന്നെ എല്ലാം അങ്ങനെ എഴുതുന്നതാണല്ലോ. ഓക്കെ ഓക്കെ. ഈ ഇലകൊഴി എന്തായാലും ട്രെൻഡിങ് ആണ്, ഒന്ന് പാടാവോ? എനിക്കത് കറക്റ്റായിട്ട് പാടാൻ അറിയില്ല, എന്നാലും ഞാൻ ശ്രമിക്കാം. ഓക്കെ ഓക്കെ. എന്നിലാദ്യമായി വന്നൊരീ തെന്നലീണത്തിലായി നീ നാരി ഞാനായി വരി, വീഞ്ഞു പോലെ നീ വന്നൊരീ രാത്രിയിൽ മിന്നലായി വാനായി മായാവനി, മോഹമായി നീ ചൊല്ലിതെന്തുമായ നീ മായ ലോകമേന്തി വന്ന് നിന്ന് മുന്നിലായി നീ.